നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു യഥാർത്ഥ കഥയാണ്. അതും ഒരു കള്ളന്റെ കഥ. മെക്ഡൊണാൾഡ് എന്ന് പറയുന്ന ബ്രാൻഡിനെ വിറപ്പിച്ചൊരു കള്ളന്റെ കഥ. അവന്റെ പേരാണ് ജെഫ്രി. ഇങ്ങേരാണെങ്കിൽ മെക്ഡൊണാൾഡിന്റെ സ്റ്റോറി മാത്രമേ കയറത്തുള്ളൂ. അതിന് കുറച്ച് കാരണങ്ങളൊക്കെയുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇയാളങ്ങ് പിടിക്കപ്പെടുന്നു, ജയിലിലാവുന്നു. അയാൾക്കാണെങ്കിൽ സ്വന്തം മകളെ കാണുക വേണം. പിന്നെ അയാൾ ഒന്നും നോക്കിയില്ല, ജയിലിൽ ചാടുന്നു. പക്ഷെ ഒളിച്ചിരിക്കാനായിട്ട് ഒരു സ്ഥലം വേണമല്ലോ. അങ്ങനെ അയാൾ തിരഞ്ഞെടുക്കുന്നതാണ് ഒരു ടോയ് സ്റ്റോർ, ഈ കളിപ്പാട്ടൊക്കെ വിൽക്കുന്ന കട. അങ്ങനെ അവിടെ പോയിട്ട് ഒളിച്ചിരിക്കുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് അങ്ങേര് അതിനകത്ത് പെട്ടു എന്നുള്ളത്. അതും 6 മാസത്തോളം. ഇത്ര മാത്രമേ ഈ ഒരു സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളായിട്ട് തന്നെ കണ്ടറിഞ്ഞോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. ഒരു രാത്രി മെക്ഡൊണാൾഡിന്റെ വലിയൊരു സ്റ്റോറിലേക്ക് ഒരു കള്ളൻ കയറുന്നു. ഇയാളൊരു സാധാരണ കള്ളനല്ല കേട്ടാ, പ്രശസ്തനായിട്ടുള്ളൊരു കള്ളനാണ്. എല്ലാ കടയുടെയും റൂഫ് പൊളിച്ചിട്ടാണ് പുള്ളിക്കാരനകത്ത് കയറുക. അതുകൊണ്ട് തന്നെ ഇങ്ങർക്കൊരു പേരുണ്ട്, റൂഫ് മാൻ. ഇയാൾ ആരാണെന്നും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ രാവിലെയായി, സ്റ്റോർ തുറന്നു. എന്നാൽ കള്ളൻ അവിടെ തന്നെയുണ്ട്. ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് രാത്രി അകത്ത് കയറിയിട്ട് രാവിലെ വരെ നിൽക്കും. ഇയാൾക്ക് ഈ കുത്തിപ്പൊളിച്ച് പൈസ എടുക്കുന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല. സോ രാവിലെ വരെ കാത്തിരുന്ന് അവിടുത്തെ ജീവനക്കാർ വരുമ്പോൾ അവരെയും പേടിപ്പിച്ച് താക്കോലങ്ങ് വാങ്ങും. അങ്ങനെ അന്ന് രാവിലെ സ്റ്റോർ തുറക്കുന്നത് 3 ജോലിക്കാർ ചേർന്നിട്ടാണ്. ഇവനെ കണ്ടിട്ട് ഇവരാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. ഹലോ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്ത് പറയുന്നോ അതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അതേപോലെ തിരിച്ചു പറയാ, മനസ്സിലായ? ഇത് കേട്ടേക്ക് ലെവനാണെങ്കിൽ പേടിച്ചിട്ട് ഗുഡ് മോർണിംഗ് എന്ന് ഇങ്ങോട്ട് പറയാണ്. പക്ഷെ കള്ളം പറഞ്ഞിട്ടല്ലാട്ടാ. എടോ, ഞാൻ പറഞ്ഞതിന് ശേഷം പറ. അങ്ങനെ മാന്യമായി ഗുഡ് മോർണിംഗ് ഒക്കെ പറയിപ്പിച്ചതിന് ശേഷം കോട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത്. ഈ പെമ്പിള്ളേർക്ക് കോട്ടുണ്ട്, എന്നാൽ ഇങ്ങേരത്താണെങ്കിൽ കോട്ടില്ല. തനിക്കൊരു കോട്ട് കൊടുന്നുടോ മൈനീഷ്യനെ പ്രാന്താക്കാനായിട്ട് എന്നും പറഞ്ഞ് ഇവരെ കൊണ്ടുപോകുന്നത് ഫ്രീസറിന്റെ അകത്തോട്ടാണ്. അതെ, പാനിക്കാവണ്ട. ഇവിടുന്ന് പൈസ ഇട്ട് ഇറങ്ങിയാൽ ഉടൻ ഞാൻ തന്നെ പോലീസിനെ വിളിച്ച് പറയും. സോ എനിക്ക് വേണ്ടി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങേരാണെങ്കിൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് പറയുന്നത്, കോട്ടയിട്ട് വന്നാൽ പോരെ എന്നും പറഞ്ഞ് സ്വന്തം കോട്ടങ്ങ് ഊരിക്കൊടുക്കുകയാണ് അങ്ങേര്. എന്നിട്ട് താക്കോലും കൈക്കലാക്കി ഫ്രീസറും അടച്ച് പൈസയും കൊണ്ട് പോവുകയാണ് ആ കള്ളൻ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും പൊളൈറ്റ് ആയിട്ടുള്ള, ഇത്രയും നൈസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ക്രിമിനലായിട്ട് മാറിയെന്നുള്ളത്. സാധാരണ എല്ലാ കള്ളന്മാർക്കും പറയാനുള്ളൊരു ന്യായമാണ് നല്ല ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങേർക്ക് അങ്ങനെ ആയിരുന്നില്ല. നല്ല കിഡിലൻ പാരൻസും കിഡിലൻ ചൈൽഡ്ഹുഡും. എന്നാൽ ഇങ്ങേരാണെങ്കിൽ പഠിക്കാൻ മോശമായിരുന്നു. പക്ഷെ ഇയാൾക്ക് കുറച്ച് കഴിവുകളുണ്ട്. ആ കഴിവുകൾ അവനെ എത്തിച്ച് മിലിറ്ററിയിലോട്ടാണ്. എന്നാൽ മിലിറ്ററി എന്നും പറഞ്ഞു വിട്ടപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് തൻ്റെ ഫാമിലീനെ കൊണ്ടുപോവുക, തൻ്റെ മക്കൾ പറയുന്ന സാധനങ്ങൾ എങ്ങനെയാണ് വാങ്ങിക്കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് ഒരു മനുഷ്യൻ ബാഡ് ചോയ്സസ് എടുക്കുന്നത്. അങ്ങേരെടുത്തു ഒരു പക്ക ബാഡ് ചോയ്സ്. അതും 2 വർഷം മുമ്പ്, അയാളുടെ മകളുടെ ബർത്ത്ഡേ അന്ന്. ആ ബാഡ് ചോയ്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ഇയാളുടെ പേരറിയണ്ടേ? ജെഫ്രി. അങ്ങനെ ജെഫ്രി ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ സെറ്റ് ചെയ്ത് മകളെ സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവൾക്കറിയില്ല അയാൾ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇതെല്ലാം ഒപ്പിച്ചതെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകള് ബർത്ത്ഡേ വിഷയമായിട്ട് ഒരു സൈക്കിൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ അതുപോലും സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അച്ഛനായിരുന്നു ജെഫ്രി. ഇതൊക്കെ കണ്ടിട്ട് മകളും മകളുടെ കൂട്ടുകാരൊക്കെ ചേർന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, 6 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ ഈ സമയത്താണ് ജെഫ്രിയുടെ ഉറ്റ സുഹൃത്തായി സ്റ്റീവിനെ കാണിക്കുന്നത്. ഇങ്ങനൊരു മിലിറ്ററിയിലായിരുന്നു കേട്ടാ. എന്നാൽ ഇപ്പോൾ ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഒരു പാസ്പോർട്ടിന് $5,000 വെച്ചിട്ടാണ് കിട്ടുക. എടാ, നീ എന്ത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, എന്നെ നിന്റെ കൂടെ കൂട്ട്. നിന്നെ എൻ്റെ കൂടെ പാസ്പോർട്ട് ഉണ്ടാക്കാൻ നടക്കൂല മോനെ. എന്ത് കാര്യം തകർത്ത് തരിപ്പണാക്കി കയ്യിൽ തരുന്ന മുതലാണ് നീ. അതുകൊണ്ട് ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ട്. നിനക്കൊരു കാര്യം അറിയോ, നിന്റെ ഉള്ളിലൊരു കഴിവുണ്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ സ്ട്രീറ്റിൽ എത്ര വീടുകളുണ്ട്, എത്ര ചിമ്നീസ് ഉണ്ട്, ഗാരേജുകളുണ്ട്, അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഇത് കേട്ടപാട് ജെഫ്രി ആണെങ്കിൽ കറക്റ്റ് ഉത്തരാണ് കൊടുക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം അയാളുടെ കഴിവ് ഒബ്സർവേഷൻ ആണെന്ന്. ഒരു എക്സ്റേ മെഷീൻ പോലെയാണ് അങ്ങരുടെ കണ്ണുകൾ. ഈ ഒബ്സർവേഷൻ സ്കില്ലും വെച്ച് എന്തെങ്കിലും ചെയ്യാനാണ് സ്റ്റീവ് പറയുന്നത്. അങ്ങനെ ജെഫ്രി അവൻ്റെ മക്കളെയും കൊണ്ട് ഭാര്യനെ ഏൽപ്പിക്കാൻ പോകുന്നു. ഇവർ രണ്ടുപേരും ഡിവോഴ്സിന്റെ വക്കിലാണ് കേട്ടാ. പൈസ ഇല്ലാണ്ട് എങ്ങനെയാണ് ഒരു ഫാമിലി മുന്നോട്ട് പോവുക? അത് തന്നെയാണ് വൈഫിന്റെ പ്രശ്നം. അങ്ങനെ ഒബ്സർവേഷൻ സ്കില്ലിനെ പറ്റി ഭാര്യയോട് പറയാനൊരുങ്ങുന്നു. അവൾക്കാണെങ്കിൽ അതൊന്നും കേൾക്കാൻ യാതൊരു താല്പര്യമില്ല. അങ്ങനെ അവൾ മകളെയും കൊണ്ട് പോകുന്നു. തൻ്റെ ലൈഫ് നോക്കി ചിരിക്കുന്ന മകളെ അവൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ മകൾക്കറിയില്ല അച്ഛൻ്റെ സ്കില്ലെന്താന്ന്. അങ്ങനെ ഈ സമയത്താണ് ഒരു മെക്ഡൊണാൾഡിന്റെ സ്റ്റോർ കാണുന്നത്. ആ ഒരു പോയിന്റ് വെച്ചിട്ട് അവനൊരു തീരുമാനമെടുത്തു, ഒബ്സർവേഷൻ സ്കില്ലും വെച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ. പക്ഷെ പെട്ടെന്ന് എത്താനായിട്ട് വളഞ്ഞ വഴി തന്നെ ശരണം. അങ്ങനെ ആ സ്റ്റോറിൻ്റെ അകത്ത് കയറുന്നു. അവിടുത്തെ ഡൈനിങ് ഹാള്, ജോലിക്കാരുടെ സമയം, ഷേക്കിംഗ് മെഷീൻസ് എന്ന് വേണ്ട സകലമാന കാര്യങ്ങളും അങ്ങ് ഒബ്സർവ് ചെയ്യുന്നു. 2 വീക്കെൻഡ് കൂടുമ്പോഴുള്ള മൺഡേകളിലാണ് എല്ലാ മെക്ഡൊണാൾഡിലും പൈസ ബാങ്കിലോട്ട് മാറ്റുന്നത്. US മാത്രമായിട്ട് ഏകദേശം ഒരേപോലെയുള്ള മെക്ഡൊണാൾഡ് 10,000 എണ്ണം ഉണ്ട്.
സോ ഇവൻ്റെ ഫാമിലീനെ തിരിച്ചു പിടിക്കാൻ, സ്വന്തമായിട്ടൊരു വീട് കെട്ടാൻ, മക്കൾ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ ഏകദേശം 45 സ്റ്റോറോളം മോഷ്ടിക്കേണ്ടി വരും. അതിലെ 45ാമത്തെ സ്റ്റോറാണ് അവൻ ഇന്ന് മോഷ്ടിച്ചത്. ചുരുക്കി പറഞ്ഞ അവസാന മോഷണം. പുള്ളിക്കാരനിപ്പോൾ വലിയ നിലയിലാണ് കേട്ടാ. വലിയ വീട്, സ്വന്തമായിട്ട് കാറുകൾ എന്ന് വേണ്ട സകലമാന സാധനമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ന്യൂസ് കാണുന്നത്. ന്യൂസിനകത്ത് മൊത്തം റൂഫ്മാനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്. അദ്ദേഹത്തെ ജീവനക്കാർ പറയുന്നത് ഇത്രയും മാന്യമായിട്ടുള്ളൊരു കള്ളനെ ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷെ പോലീസുകാർക്ക് ഇവനൊരു തലവേദനയാണ്. 45 സ്റ്റോർ കൊള്ളയടിച്ചിട്ടും ഒരു തേങ്ങ അവർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഈ സമയത്താണ് അങ്ങോട്ട് സ്റ്റീവ് വരുന്നത്. വാർത്തയിലാണെങ്കിൽ മാസ്ക് വെച്ച് രേഖാചിത്രമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടേക്ക് അങ്ങേർക്കൊരു ഡൗട്ട്, ഈ റൂഫ്മാൻ എന്ന് പറയുന്ന കള്ളൻ ജെഫ്രി തന്നെയാണോ എന്നുള്ളത്. കാരണം അവൻ്റെ കണ്ണ് വളരെ നന്നായിട്ട് തന്നെ കാണാനുണ്ട്. അങ്ങനെ ഇവർ വലിയൊരു കേക്കും കൊണ്ട് മകളുടെ അടുത്തോട്ട് പോകുന്നു. ഗംഭീര ബർത്ത്ഡേ സർപ്രൈസാണ് അവിടെ അരങ്ങേറുന്നത്. അതുമാത്രമല്ല, അവൻ്റെ വൈഫും തിരിച്ചു വന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ല പക്ക ഹാപ്പി ലൈഫ്. പിന്നെ പോരാത്തിന് മകളുടെ ആഗ്രഹമായ സൈക്കിള് അങ്ങ് ഗിഫ്റ്റായി കൊടുക്കുന്നു. അങ്ങനെ ഈ ഹാപ്പിനെസ്സിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് പോലീസ് എത്തുന്നത്. അവർ ഇത്രയും കാലം തലകുത്തിന്ന് അന്വേഷിച്ച റൂഫ്മാനെ അവരങ്ങ് കണ്ടെത്തി. സോ ജെഫ്രീനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മേ ബി അവൻ കൊടുത്ത കോട്ട്, അതിന്റെ മേളിലുണ്ടായിരുന്ന DNA ഇതൊക്കെ വെച്ചിട്ട് അവൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. എന്തായാലും ജെഫ്രി പിന്നെ ഒന്നും നോക്കിയില്ല, ഓടടാ ഓട്ടം. പക്ഷെ അധിക ദൂരമൊന്നും പോകുന്നില്ല. പോലീസുകാർ വളഞ്ഞിട്ടങ്ങ് പിടിക്കുകയാണ്, അതും അവന്റെ മകളുടെ മുമ്പിൽ വെച്ചിട്ട്. ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ ജെഫ്രീനെ കൊണ്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പം ആ കോട്ടൂരി കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതാണ് സ്റ്റീവ് മുന്നേ പറഞ്ഞ് നിന്നെ ഏൽപ്പിച്ച തകർത്ത് തരിപ്പണാക്കി കയ്യിൽ തരുമെന്ന്. അങ്ങനെ കേസ് കോടതിയിലെത്തി. ജെഫ്രി മിലിറ്ററിയിലായിരുന്നല്ലോ, സോ നാടിന് വേണ്ടി സെർവ് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ പോരാത്തിന് ചെറിയ മകളാണ് അവൻക്ക്. അതൊക്കെ കണക്കിലെടുക്കണമെന്നൊക്കെ ഉണ്ട് കോടതിക്ക്. പക്ഷെ നടക്കത്തില്ല. ഇത്രയും കാലം നല്ലവനായിട്ട് എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ജെഫ്രി. സംഭവം 45ാമത്തെ മോഷണം മാത്രമാണ് തെളിഞ്ഞിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ള മോഷണ രീതി വെച്ചിട്ട് ഇവൻ തന്നെയാണ് റൂഫ്മാൻ എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ പറയണ്ടല്ലോ, ഒരിക്കലും പുറത്തിറങ്ങാനാവാത്ത വിധം കോടതി അവനെ അങ്ങ് പൂട്ടുന്നു. ഇവൻ ഫ്രീസറിനകത്ത് 3 പേരെ അടച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവർക്ക് ഓരോരുത്തർക്കും 150 മാസം വെച്ചിട്ട് ടോട്ടൽ 540 മാസം ജെഫ്രി ജയിലിൽ കിടക്കണം. വിച്ച് മീൻസ് 45 വർഷം. അത്രയും വലിയ മാരക ശിക്ഷയാണ് വിധിക്കുന്നത്. അങ്ങനെ ജയിലിലേക്കെത്തി. മാസങ്ങൾ കടന്നുപോയി. തൻ്റെ മകളുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അത് അധികകാലം നീണ്ടു നിന്നില്ല. ഇവൻ വിളിക്കുന്നതും സംസാരിക്കുന്നതൊന്നും വൈഫിന് ഒട്ടും ഇഷ്ടമല്ല. എന്തിന്, അവൾക്ക് വേറെ സെറ്റാവുകയും ചെയ്തു. അതേപോലെ തന്നെയാണ് മകളുടെ കാര്യം. ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാവരും മൂവ് ഓൺ ആയി. അച്ഛൻ തിരിച്ചു വരില്ല അല്ലേ? ആര് പറഞ്ഞു ഞാൻ വരില്ല എന്ന്? ഞാൻ തീർച്ചയായും വന്നിരിക്കും. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അവൻ ആ മാരക തീരുമാനം എടുക്കുന്നത്. ജയിലിൽ ചാട്ടം. ഏതൊരു കുറ്റവാളികൾക്കും ജയിലിൽ ചാടുക എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിരിക്കും. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ജയിലിൽ ചാട്ടം എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ ഇത്രയും വലിയ ചുവര് കടക്കണം, അല്ലെങ്കിൽ തുരങ്കുണ്ടാക്കണം, ഫെൻസ് കടക്കണം, അങ്ങനെ കുറേ കടമ്പകളുണ്ട്. പക്ഷെ ജെഫ്രിയുടെ തിയറി അനുസരിച്ച് ആൾക്കാരുണ്ടായാൽ മാത്രം മതി. സോ അവൻ നൈസായിട്ട് ജയിലിനകത്ത് അങ്ങ് ബ്ലെൻഡിനാവുന്നു. അവിടുത്തെ ഏറ്റവും വലിയ ജോലിക്കാരനായി മാറുകയാണ് ജെഫ്രി. നമ്മൾ അത്രയും ആത്മാർത്ഥത കാണിക്കുമ്പോൾ അവർ നമ്മളെ ശ്രദ്ധിക്കാണ്ടാവും. അതാണ് ബാക്കിയുള്ളവരെ നിരീക്ഷിക്കാൻ പറ്റിയ അവസരം. അങ്ങനെ എല്ലാവരുടെയും ഡെയിലി ലൈഫ് അവനങ്ങ് ഒപ്പിയെടുക്കുന്നു. ഈ ജയിലിനകത്ത് സ്ഥിരം വരാറുള്ള ഒരു ട്രക്ക് ഉണ്ട്. ആ ട്രക്കിന് ഓയിൽ ലീക്ക് ഉണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ അടിയിൽ പോയിട്ട് അതിൻ്റെ കൃത്യമായ അളവ് അവനങ്ങ് നോട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ അളവ് വെച്ച് വലിയൊരു മരക്കഷ്ണം ഉണ്ടാക്കുന്നു. അതും ഒരു മനുഷ്യനെ താങ്ങി പിടിക്കാനുള്ള മരക്കഷ്ണം. ഇതും യൂസ് ചെയ്ത് പുറത്ത് കടക്കാനാണ് പ്ലാൻ. പക്ഷെ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ ജയിലിലത്തെ യൂണിഫോമിലൊന്നും നടക്കാൻ പറ്റില്ല. സോ ആദ്യം തന്നെ നൈക്കിന്റെ സിമ്പിൾ ഉണ്ടാക്കുന്നു, തൊപ്പിയുടെ മേളിൽ ഒട്ടിച്ചു വെക്കുന്നു, പെയിന്റ് അടിക്കുന്നു. എന്നിട്ട് നൈസായിട്ട് ആ സിമ്പിൾ അങ്ങ് എടുത്തു മാറ്റുന്നു. പിന്നെ പറയണ്ടല്ലോ, തൊപ്പിയുടെ മേളിൽ നല്ല ഒന്നാന്തരം നൈക്കിന്റെ സിമ്പിള്. പക്ഷെ ഇതുകൊണ്ടായില്ല. അങ്ങനെ ജെഫ്രി വർക്കിൻ്റെ ഇടയിൽ തുടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ചിത്രമുള്ള ഒരു തുണിയുണ്ട്. അതിൻ്റെ മേളിൽ നിന്ന് ആ ചിത്രം നഖം വെട്ടിക്കൊണ്ട് അങ്ങ് വെട്ടിയെടുക്കുന്നു. എന്നിട്ട് ജയിലിനകത്തുള്ള ടൂൾസ് വെച്ചിട്ട് ഒരു നീഡിലുണ്ടാക്കുന്നു. എന്നിട്ട് അവൻ്റെ ബനിയൻ്റെ മേളിലോട്ട് അങ്ങ് തുന്നി പിടിപ്പിക്കുകയാണ് ആ ചിത്രം. സോ ഡ്രസ്സ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി. കൃത്യസമയത്ത് ട്രക്ക് വന്നു. പിന്നെ അവനൊന്നും നോക്കിയില്ല. ആരും കാണാണ്ട് മറ്റേ മരക്കഷ്ണം കൊണ്ട് അടിയിലോട്ട് പോകുന്നു, സെറ്റ് ചെയ്യുന്നു, അതിൻ്റെ മേളിലോട്ട് അങ്ങ് കയറി കിടക്കുന്നു. സംഭവം ട്രക്കിൻ്റെ മേളിൽ പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും. പിന്നെ എന്തിനാണ് ഈ മരക്കഷ്ണം എന്ന് ചോദിച്ചാൽ ദേ ഇതിനാണ്. ഏതൊരു വാഹനവും അകത്ത് കയറുമ്പോഴും പുറത്തു വരുമ്പോഴും പോലീസുകാർ തലങ്ങും വിലങ്ങും ചെക്ക് ചെയ്യും. വണ്ടിയുടെ അടിഭാഗത്തൊക്കെ മിറർ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവനെ കാണാൻ പാടില്ലല്ലോ. അങ്ങനെ ആ ട്രക്ക് സേഫായിട്ട് അങ്ങ് പുറത്ത് കിടക്കുന്നു. എന്നിട്ട് കുറേ ദൂരം പോയതിന് ശേഷം ഡ്രൈവർ മൂത്രമൊഴിക്കാനായിട്ട് വണ്ടി നിർത്തുന്നു. ആ ഒരു തക്കം നോക്കി നൈസായിട്ട് അങ്ങ് രക്ഷപ്പെടുകയാണ് ജെഫ്രി. അത് മാത്രമല്ല, പുള്ളിക്കാരൻ യൂണിഫോമൊക്കെ അങ്ങ് ഊരിക്കളയുന്നു. എന്നിട്ട് അകത്തുള്ള ടീഷർട്ടും ഷോർട്സും തൊപ്പിയും അവൻ്റെ സ്പെക്സും മാത്രം. അങ്ങനെ അവൻ നേരെ ലിഫ്റ്റ് അടിച്ച് പോകുന്നത് തൻ്റെ മകളെ ഒരു നോക്ക് കാണാനാണ്. അവളാണെങ്കിൽ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ഒരു പോലീസ് വണ്ടി ഉണ്ട് കേട്ടാ. സോ മകളെ നോക്കി നിൽക്കാന്നല്ലാണ്ട് സംസാരിക്കാനോ ഹഗ് ചെയ്യാനോ കിസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. തൻ്റെ മകളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ. എന്തായാലും ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയേ പറ്റുള്ളൂ. ബ്രസീൽ പോലെയുള്ള ഫുൾ ബീച്ചായിട്ടുള്ള എന്നാൽ അധികം മാർബാടല്ലാത്ത രാജ്യത്തോട്ട്. എന്നാൽ രാജ്യം കടക്കണമെങ്കിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രം, ഫേക്ക് പാസ്പോർട്ട്.
പിന്നിങ്ങേര് വെറുതെ ഇരിക്കോ, സ്റ്റീവിനെ വിളിക്കുന്നു, കാര്യം പറയുന്നു. ഡേയ്, നീ ഇത് എന്ത് തേങ്ങയ്ക്ക് എനിക്ക് വിളിക്കുന്നത്? എടാ, എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല. എനിക്ക് എങ്ങനെയും രാജ്യം കടന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് പാസ്പോർട്ട് ഒന്ന് സെറ്റാക്കിത്താ. ഇവനെ കൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം തന്നെ പാസ്പോർട്ട് ഉണ്ടാക്കി തന്നാൽ നമ്മൾ രണ്ടുപേരും കൊടുങ്ങും. എന്തായാലും നീ ജയിലിൽ ചാടിയത് നാട് മൊത്തം അറിയാൻ പോകുന്നതേ ഉള്ളൂ. സോ ആ ബഹളം ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ നിനക്ക് പാസ്പോർട്ട് തരാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് ഒരു മാസം എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുക. നിന്റെ ഫാമിലീനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഒരു മാസം എവിടെയും ഒളിച്ചിരുന്നേ പറ്റുള്ളൂ. അപ്പോഴാണ് തൊട്ടടുത്തായിട്ട് ഒരു ടോയ് സ്റ്റോർ കാണുന്നത്. തൊട്ട് സൈഡിലാണേലോ ഒരു പോലീസ് വണ്ടിയും. പിന്നെ ഇവനൊന്നും നോക്കിയില്ല, ഒന്നും അറിയാത്തതുപോലെ നൈസായിട്ട് ആ സ്റ്റോറിലേക്ക് അങ്ങ് കയറുന്നു. യവനാണ് മിച്ച്, ഈ സ്റ്റോറിന്റെ മാനേജർ. ഇതൊരു ഗംഭീര ടോയ് സ്റ്റോർ ആണ് കേട്ടാ. പിള്ളേർക്കുള്ള ടോയ്സ്, ബാഗ്, സ്കൂൾ കിറ്റ്, ക്യാൻഡീസ് എന്ന് വേണ്ട പിള്ളേർക്ക് ആവശ്യമായിട്ടുള്ള സകലമാന സാധനമുണ്ട്. ഈ സ്റ്റോർ ആണെങ്കിൽ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഇന്ന് രാത്രി ഇവിടെ തങ്ങാമെന്ന് വിചാരിച്ച് നേരെ ബാത്റൂമിൽ പോകുന്നു. സീലിംഗ് തുറക്കുന്നു, ഒളിച്ചിരിക്കുന്നു. ആ ഒരു കൃത്യസമയത്താണ് ഷോപ്പ് ചെക്ക് ചെയ്യാനായിട്ട് പോലീസുകാർ വരുന്നത്. അവർ ഈ ബാത്റൂമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു തേങ്ങയും കിട്ടുന്നില്ല. അങ്ങനെ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ സമയമായി. അപ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ്. ഷോപ്പിനകത്ത് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പുറത്തേക്ക് വരണമെന്നും പറഞ്ഞിട്ട്. ഷോപ്പ് പൂട്ടാൻ പോവുകയാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്. അനൗൺസ്മെൻറ്റ് നടത്തുന്നതാണല്ലോ മാനേജറായ മിച്ചും, അതും മാനേജറുടെ റൂമിലിരുന്നുകൊണ്ട്. ഇതെല്ലാം സീലിംഗ് വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജെഫ്രി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഷോപ്പും ക്ലോസ് ചെയ്ത് എല്ലാവരും പോയി. ആ ഒരു സമയത്താണ് ജെഫ്രി മിച്ചിൻ്റെ റൂമിലോട്ട് കിടക്കുന്നത്. എന്തായാലും ഷോപ്പിനകത്ത് ആരുമില്ല. ഇങ്ങേർക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. പക്ഷെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കടക്കകത്ത് ധാരാളം ക്യാൻഡീസ് ഉണ്ട്. പക്ഷേ അതങ്ങനെ എടുക്കാൻ പറ്റൂല, കാരണം അവിടെ ഫുള്ള് ക്യാമറാസാണ്. മിച്ചിന്റെ റൂമിലോട്ട് ചാടിയ പാട് കാണുന്നത് ആ ക്യാമറാസിന്റെ സർവൈലൻസ് സിസ്റ്റം ആണ്. അതും വെച്ച് ഏതൊക്കെ ഏരിയയിലാണ് ക്യാമറ എന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നൈസായിട്ട് ഒരു സ്റ്റിക്ക് കൊടുത്ത് ക്യാമറയിൽ പെടാണ്ട് ആദ്യം തന്നെ സ്പൈഡർമാൻ്റെ ഒരു ബാഗ് അങ്ങ് കൈക്കലാക്കുന്നു. ഇനിയാണ് ടാസ്ക്. ഇങ്ങേർക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞല്ലോ. സോ ഒരു പാക്കറ്റ് M&M എടുക്കാനാണ് പുള്ളിക്കാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അറിയാലോ, ക്യാമറയുണ്ട്. ഇഴഞ്ഞെടുക്കാൻ നോക്കിയിട്ടും ഒരു കാര്യമില്ല. സോ തൽക്കാലത്തിന് കുറച്ച് പീനട്ട് ബട്ടർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അതും കഴിച്ച് TV കണ്ടുകൊണ്ടിരിക്കുകയാണ് ജെഫ്രി. ഒരുമാതിരി സ്വന്തം വീട് പോലെയാണ് ഷോപ്പ് കാണുന്നത്. അങ്ങനെ ജെഫ്രി ന്യൂസ് വെക്കുന്നു. ന്യൂസിനകത്ത് ഫുൾ ഇവൻ്റെ ജയിൽ ചാട്ടത്തെക്കുറിച്ചാണ് ചർച്ച. പക്ഷെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പോലീസുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇവൻ ഏത് വഴിയാണ് ചാടിയെന്നുള്ളത്. അത് മാത്രമല്ല, പോലീസുകാർ നാട് മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ജെഫ്രിയുടെ തിയറി വേറൊന്നായിരുന്നു. സാധാരണഗതിയിൽ ഒരു കള്ളൻ ജയിലിൽ ചാടിയാൽ എത്രത്തോളം ദൂരം പോകാൻ പറ്റുമോ അത്രത്തോളം പോവും, അവസാനം പിടിക്കപ്പെടുകയും ചെയ്യും. എന്നാലൊരു കള്ളൻ എങ്ങോട്ടും ഓടാണ്ട് അതേ സ്ഥലത്ത് തന്നെ ഒളിച്ചിരുന്ന ഒരു പോലീസുകാരനും പിടിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ വിചാരം എന്താ, കള്ളൻ ഓടുകയാണെന്ന്. പോലീസുകാർ ന്യൂസിൽ പറയുന്നത് ഇവൻ ജീനിയസ് ആണ്, ഇൻ്റലിജൻ്റ് ആണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങേരാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാവിലെ ആവാറായി. ഇവൻ വേഗം തന്നെ എല്ലാ ഭാഗവും ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ മുകളിലോട്ട് കയറുന്നു. അങ്ങനെ രാവിലെയായി. ഷോപ്പ് തുറന്നു, ജോലിക്കാർ വന്നു, കസ്റ്റമേഴ്സ് വന്നു, രാത്രിയായി. ഷോപ്പ് അടക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം മൊത്തം അതിനകത്ത് തന്നെയാണ് പുള്ളിക്കാരൻ. അങ്ങനെ ഷോപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലത്തെ പോലെ അടിയിലോട്ട് വരുന്നു. ഇങ്ങേർക്ക് ഈ CCTV എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എത്രയെന്ന് വെച്ചിട്ടാ പീനട്ട് ബട്ടർ തന്നെ. അപ്പോഴാണ് CCTVയുടെ മാനുവല് അങ്ങേർക്ക് കിട്ടുന്നത്. പിന്നെ പറയണ്ടല്ലോ, അതങ്ങ് എടുക്കുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, പാസ്വേഡ് മനസ്സിലാക്കുന്നു, ക്യാമറാസിന്റെ റെക്കോർഡിംഗ് ഓപ്ഷൻ അങ്ങ് ഓഫ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, അർമാദം, അത്രയുള്ളൂ. പുള്ളിക്കാരൻ ആദ്യം തന്നെ പോകുന്നത് അവൻ ആഗ്രഹിച്ച M&M എടുക്കാനാണ്. അതുമാത്രമല്ല, എത്രയെന്ന് വെച്ചിട്ട് ആ സീലിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ കഴിയുക. സോ ഈ ഷോപ്പിനകത്ത് തന്നെ നല്ലൊരു സ്ഥലം കണ്ടെത്തണം. എന്നാൽ അത് ബാക്കിയുള്ള ആൾക്കാർ കാണാനും പാടില്ല. അപ്പോഴാണ് സൈക്കിൾ വെക്കുന്ന വലിയൊരു ഏരിയ കാണുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതാണെങ്കിൽ പുറത്തുനിന്ന് കാണത്തുമില്ല. ഒരു കിണർ പോലെയാണ് സംഭവം. നല്ല ഹൈറ്റിലാണ് പണിഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് പെർഫെക്റ്റ് സ്പോട്ട്. പിന്നെ പറയണ്ടല്ലോ, അകത്ത് കയറുന്നു, ക്ലീനിങ് ആരംഭിക്കുന്നു. എന്നിട്ട് ഷോപ്പിൽ നിന്ന് ഒരു പുതിയ മെത്തയെടുത്ത് ഒരു ചെറിയ റൂമാണ് അവിടെ സെറ്റപ്പ് ചെയ്യുന്നത്. അങ്ങനെ മൂന്നാം ദിവസം രാവിലെ പുള്ളിക്കാരൻ എലിയാണേലും രാത്രി ലെവൻ പുലിയാണ് വർക്കിച്ച. കടയിൽ നിന്ന് മെല്ലെ മെല്ലെ ഓരോ സാധനങ്ങൾ വീതം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻക്ക് വേണ്ട ഡ്രസ്സ്, ഷൂസ്, ഭക്ഷണം എന്ന് വേണ്ട സകലമാന സാധനം എടുക്കുന്നു. ഇവൻ്റെ തിയറി അനുസരിച്ച് ഒരാൾ എവിടെയെങ്കിലും പെട്ടുപോയാൽ കുറച്ച് വെള്ളവും ഭക്ഷണവും മാത്രം മതി. എന്നാൽ പെട്ടുപോകുന്നൊരു മനുഷ്യൻ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് അയാളുടെ ബ്രെയിൻ. തലച്ചോറിന് പ്രാന്ത് പിടിച്ച് തുടങ്ങിയ നീക്കുന്ന ഓരോ കരുക്കളും പാളാൻ തുടങ്ങും. സോ ഒരിക്കലും ബോറടിക്കാണ്ടിരിക്കാൻ, ചടക്കാണ്ടിരിക്കാൻ അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു. ഓടുന്നു, ചാടുന്നു, തിന്നുന്നു, വേണ്ട എന്തിന് കുളിയടക്കം പാസ്സാക്കുന്നു. ചുരുക്കി പറഞ്ഞ ഒരു വെക്കേഷന് വന്നതുപോലെയാണ് പുള്ളിക്കാരൻ പെരുമാറുന്നത്. ഇതൊക്കെ പോട്ടേന്ന് വെക്ക. അവൻ താമസിക്കുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നൈസായിട്ട് പുള്ളിക്കാരൻ ഒരു റൂമാക്കി മാറ്റുന്നു. നല്ല സൗകര്യമുള്ള ഒരു റൂം. എന്താലേ. അങ്ങനെ മൂന്നാമത്തെ ആഴ്ച എത്തി. ഇനി ഒരാഴ്ച കൂടെ പിടിച്ചു നിൽക്കണം.
ഇവനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കുറഞ്ഞു വരികയാണ് ന്യൂസിൽ. അവർക്ക് വേറെ ന്യൂസ് കിട്ടിയാൽ ഇതൊക്കെ താനേ തണുത്തോളും. അങ്ങനെ സ്റ്റീവിനെ കാണാനുള്ള ഡേറ്റ് അങ്ങ് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കടയിൽ ഒരു ചെറിയ ക്യാമറ സെറ്റപ്പ് കാണുന്നത്. ഈ ചെറിയ പിള്ളേരുള്ള വീട്ടിൽ വെക്കുന്ന ഒരു സെറ്റപ്പ്. അവർ കരഞ്ഞാലും അവരുടെ റൂം വാച്ച് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ക്യാമറ. അത് കണ്ടേക്ക് പുള്ളിക്കാരൻ പൊക്കുന്നു. എന്നിട്ട് ഷോപ്പിൻ്റെ ഓരോ സൈഡിലും ഫിക്സ് ചെയ്യുന്നു. ജെഫ്രീനെ ആരും വാച്ച് ചെയ്യുന്നില്ല. എന്നാൽ ജെഫ്രി കട മൊത്തം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു രാവിലെ മിച്ചിൻ്റെ ഓഫീസിലോട്ട് ഒരു ജോലിക്കാരി വരുന്നു. അവളുടെ പേരാണ് ലീ. പുള്ളിക്കാരത്തിയാണെങ്കിൽ ആകെ ഡെസ്പായിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം വേറൊന്നുമില്ല, അവളിപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2 പെൺകുട്ടികളാണ് അവൾക്ക്. അവരുമായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. കസ്റ്റഡിയുടെ ഇഷ്യൂ ആണെങ്കിൽ വേറെ. സോ എല്ലാം കൂടെ ഭ്രാന്ത് പിടിച്ചപ്പോൾ ഒരു ദിവസം ലീവ് ചോദിക്കുകയാണ് ലീ. എന്നാൽ മിച്ച് ഒരു മൊരടൻ മാനേജറാണ്. അങ്ങേർക്ക് ഈ ലീവ് എന്ന് പറയുന്ന സാധനം കണ്ണെടുത്താൽ കണ്ടുകൂടാ. ലീവിലൊരു തേങ്ങയില്ല എന്നും പറഞ്ഞ് ലീനെ അങ്ങ് പറഞ്ഞു വിടുന്നു. ഇതെല്ലാം ക്യാമറ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജെഫ്രി. നിനക്കെന്താടാ മിഡിൽ ക്ലാസ്സിനോട് ഇത്ര പുച്ഛം എന്നും പറഞ്ഞ് മിച്ചിനെ വാച്ച് ചെയ്യുന്നു. അവൻ്റെ പാസ്വേഡ് മനസ്സിലാക്കുന്നു. അങ്ങനെ രാത്രിയായി. അവൻ നൈസായിട്ട് മിച്ചിൻ്റെ കമ്പ്യൂട്ടറും തുറന്ന് ലീയുടെ ലീവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കൊടുക്കുന്നു. കമ്പ്യൂട്ടറിനകത്ത് ലീവ് കയറിയിട്ടുണ്ടെങ്കിൽ മിച്ചിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെഫ്രി ന്യൂസ് വെച്ച് നോക്കുന്നത്. ആൾക്കാർക്ക് ഒരേ ന്യൂസ് തന്നെ കേട്ടിട്ട് ബോറടിച്ചു. സോ പത്രത്തിലോ ന്യൂസിലോ ഇവനെക്കുറിച്ച് യാതൊരു അപ്ഡേറ്റും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിലൊന്ന് തണുത്തിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം വന്നെത്തി. നാളെയാണ് ഒരു മാസം തികയുന്നത്. അതിൻ്റെ സന്തോഷത്തിൽ പുള്ളിക്കാരനാണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറി നിൽക്കുകയാണ്. കാലങ്ങൾക്ക് ശേഷമാണ് ഇയാളൊന്ന് പുറലോകം കാണുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. പുലർച്ചെ സമയം. സ്റ്റോർ തുറക്കാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. സോ ഒരു സൈക്കിൾ എടുക്കുന്നു. എമർജൻസി എക്സിറ്റിൻ്റെ മുകളിൽ ചെറിയൊരു പരിപാടി ചെയ്യുന്നു. സോ ഇനി അങ്ങോട്ട് എപ്പോൾ വേണേലും ഈ വഴി ഇങ്ങർക്ക് ചാവി ഇല്ലാണ്ട് പുറത്ത് കിടക്കാൻ പറ്റും. അങ്ങനെ സൈക്കിളും കൊണ്ട് നേരെ പോകുന്നത് ഒരു പേ ഫോണിൻ്റെ അടുത്തോട്ടാണ്. എന്നിട്ട് സ്റ്റീവിനെ വിളിച്ചു നോക്കുന്നു. എന്നാൽ ഫോൺ എടുക്കുന്നത് സ്റ്റീവ് അല്ല, അവൻ്റെ ഗേൾഫ്രണ്ടാണ്. അവളാണെങ്കിൽ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പറയുന്നത്. സ്റ്റീവ് അഫ്ഗാനിസ്ഥാനിലോട്ട് പോയിരിക്കുകയാണ്. മിലിറ്ററിക്ക് വേണ്ടി 6 മാസത്തെ കോൺട്രാക്റ്റ് എടുത്തിട്ടാണ് ലെവൻ പോയിരിക്കുന്നത്. അതായത് ഇനി അങ്ങോട്ടുള്ള 6 മാസം ജെഫ്രി പിടിച്ചു നിന്നേ പറ്റുള്ളൂ. 6 മാസമൊക്കെ ഒരു ടോയ് സ്റ്റോർ മാത്രം കാണാമെന്നൊക്കെ പറയുമ്പോൾ അയാളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും പെട്ടു. 6 മാസം വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ജെഫ്രി മകളുടെ സൗണ്ട് ഒന്ന് കേൾക്കാനായിട്ട് വീട്ടിലേക്ക് വിളിച്ചു നോക്കുന്നു. പുറം ലോകവുമായിട്ട് ഒരു കണക്ഷനും പാടില്ല എന്നാണ് സ്റ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങേരെ കൊണ്ടാവുന്നില്ല മകളെ പിരിഞ്ഞിരിക്കാൻ. സോ മകൾക്ക് വിളിച്ചു നോക്കുന്നു. എന്നാൽ മകൾക്കാണെങ്കിൽ പുതിയൊരു അച്ഛനെ കിട്ടിയിട്ടുണ്ട്. അവളുടെ ചിരിയും കളിയൊക്കെ കേട്ടിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് ജെഫ്രി. അപ്പുറത്തുനിന്ന് കുറേ ഹെലോ പറയുന്നുണ്ടെങ്കിലും അയാൾക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല. ഇത് കണ്ടേക്ക് ഭാര്യ ഉറപ്പിച്ചു. വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജെഫ്രിയാണ്. ജെഫ്രി, ഇത് നീയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങളെല്ലാവരും മൂവ് ഓണായി. ഇനി ഇങ്ങോട്ട് വിളിക്കാൻ നിന്നാ ഞാൻ പോലീസിനോട് പറയും എന്നും പറഞ്ഞവരങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതൊക്കെ കേട്ടിട്ടാകെ കയ്യിന്ന് പോയിട്ടിരിക്കുകയാണ് ജെഫ്രി. അങ്ങനെ പുള്ളിക്കാരൻ സ്റ്റോറിൽ തിരിച്ചെത്തി. രാത്രിയായി. അങ്ങേർക്കാകെ ഭ്രാന്ത് പിടിച്ച ആ സ്റ്റോർ അങ്ങ് 4 ആക്കുന്നു. അത്രയും ദേഷ്യമുണ്ട് അയാൾക്ക്. അങ്ങനെ പിറ്റേ ദിവസമായി. 4 ആക്കിയ സ്റ്റോർ അതേപടി തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിച്ച് ഓട്ടിസ് എന്ന് പറയുന്ന ജീവനക്കാരനെ വിളിപ്പിക്കുന്നത്. ഈ ഓട്ടിസ് ആണെങ്കിൽ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. അത്രയും ടെൻഷനുള്ള ആളോട് മിച്ച് പറയാണ്, അല്ല ഓട്ടിസേ, നമ്മുടെ കുറേ M&M പാക്കറ്റ് മിസ്സിങ് ആലോ, അതേപോലെ പീനട്ട് ബട്ടറും. ഇനി നീ എങ്ങാനും. ഇതൊക്കെ ലൈവായിട്ട് കേട്ടോണ്ടിരിക്കട്ടെ ജെഫ്രി. ഓട്ടിസ് ആണെങ്കിൽ ടെൻഷനാവുന്നു. അങ്ങനെ ഈ സമയത്താണ് ലീവ് വരുന്നത്. എൻ്റെ പൊന്നുമിച്ചെ, അവനെടുക്കാൻ യാതൊരു സാധ്യതയില്ല, അവനെ വിട്ടേക്ക് എന്നും പറഞ്ഞ് ഓട്ടിസിനെ അവിടെ നിന്ന് കൊണ്ടുപോകണില്ലേ. അങ്ങനെ രാത്രിയായി. താൻ കാരണം ആർക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്നും കരുതി എടുത്തു വെച്ച M&M അതേപടി തിരിച്ചു വെക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി. M&M തിരിച്ചു കയറിയതൊക്കെ കണ്ട് മിച്ചിനാണെങ്കിൽ ഒന്നും പറയാനില്ല. ആ സമയത്താണ് ലീവ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഓട്ടിസ് അല്ലാന്ന്, അത് വിട് എന്നും പറഞ്ഞൊരു നോട്ടീസ് കൊടുക്കുന്നു. ഇവളെ ഈ ചർച്ചിലൊക്കെയുള്ള ആളാണ് കേട്ടാ. അപ്പോൾ അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട്. അതിന് മിച്ചിനെ ക്ഷണിക്കാൻ വന്നിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഒരു ടോയ് ഡൊണേഷനും വെച്ചിട്ടുണ്ട് ഈ ചർച്ചിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. എന്നാൽ ഇങ്ങേർക്കാണെങ്കിൽ റിട്ടേൺ വന്ന ടോയ്സ് പോലും കൊടുക്കാൻ യാതൊരു താല്പര്യമില്ല. നമ്മളെ ഇവിടെ ചാരിറ്റി അല്ല നടത്തുന്നത്, ബിസിനസ്സാണ് എന്നും പറഞ്ഞാൽ നോട്ടീസ് വേസ്റ്റിലിടുന്നു. അങ്ങനെ രാത്രിയായി. ആ നോട്ടീസ് അങ്ങ് എടുക്കുകയാണ് ജെഫ്രി. എന്തായാലും 6 മാസം പെട്ടു. ബോറടിക്കാണ്ടിരിക്കാൻ എന്തേലുമൊക്കെ ചെയ്തേ പറ്റുള്ളൂ. പിന്നെ അവനൊന്നും നോക്കിയില്ല. കടയിൽ നിന്ന് കുറേ ടോയ്സൊക്കെ വാരി കെട്ടി സൈക്കിൾ കൊടുത്ത് പുലർച്ചെ നേരെ ചർച്ചിലോട്ട് പോകുന്നു. എന്നാൽ ഇങ്ങനെ അകത്തേക്ക് കയറുന്നില്ല. ആരേലും തിരിച്ചറിഞ്ഞാൽ തീർന്ന്. എന്നാൽ ഈ ചർച്ചിലെ ആൾക്കാരാണേലോ നിർബന്ധിച്ച് അകത്ത് കയറ്റുന്നു. അങ്ങേർക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു മനുഷ്യൻ പോലും തിരിച്ചറിയുന്നില്ല. അവൻ തന്നെ ഇതൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ചർച്ചിലാണെങ്കിൽ പാട്ടൊക്കെ ആയിട്ട് നല്ല കിടിലൻ പരിപാടിയാണ്. ആ പാടുന്നവരുടെ കൂട്ടത്തിൽ ലീ ഉണ്ടിട്ടാ. ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് അങ്ങേരുടെ ഉള്ളിൽ ചെറിയൊരു ബൾബ് എത്തുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞ പ്രേമം. അങ്ങനെ ചർച്ചയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങേരാണെങ്കിൽ ഒരു മാസത്തോളം ക്യാൻഡീസും പീനട്ട് ബട്ടറൊക്കെയാണ് കഴിച്ചിരുന്നത്. ഇപ്പോഴാണ് വായയ്ക്ക് രുചിയായിട്ട് എന്തേലൊക്കെ കഴിക്കാൻ പറ്റുന്നത്. വലിച്ചു വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടുത്തെ പാസ്റ്ററും പാസ്റ്ററിൻ്റെ വൈഫും വരുന്നത്.
നിങ്ങളെ ഞാൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ, നിങ്ങളുടെ പേരെന്താ? ഇങ്ങേർക്കാണെങ്കിൽ പെട്ടെന്നൊരു പേര് പറയാനും കിട്ടുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ സുലൈമാനി ശശി എന്നൊക്കെ പറയുന്നത് പോലെ അവിടുത്തെ കോമൺ നെയിമാണ് ജോൺ. അതിൻ്റെ കൂടെ ഒരു സോറിൻ എന്നൊരു പേരും ചേർത്ത് ജോൺ സോറിൻ എന്നാണ് ജെഫ്രി പറയുന്നത്. ന്യൂയോർക്കിലാണ് വീട്, ഫാമിലി ഡിവോഴ്സാണ്, 3 മക്കളുണ്ട്, ഗവൺമെൻറ് ജോലിക്കാരനാണ്. പക്ഷെ ജോലിയെക്കുറിച്ച് പുറത്ത് പറയാൻ പാടില്ല, അത്രയും ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു ജോബാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസിഫൈഡ് ഗവൺമെൻറ് ജോബ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആരും ഒന്നും ചോദിക്കാൻ വരില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാസ്റ്റർ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ അത്യാവശ്യം ടോയ്സൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇവിടുത്തെ മെയിൻ ഡൊണേഷൻ നോക്കുന്ന ആളാണ് ലീ എന്നും പറഞ്ഞ് ലീനെ അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ജെഫ്രി ആണെങ്കിൽ ഇവരുമായിട്ട് സംസാരിച്ച് നല്ലൊരു അടുപ്പുണ്ടാക്കുന്നു. അങ്ങനെ ഈ സമയത്താണ് പാസ്റ്ററിൻ്റെ ഭാര്യ ഒരു കാര്യം പറയുന്നത്. ഞാനേ ഈ ബുധനാഴ്ച ഒരു ഡിന്നർ വെച്ചിട്ടുണ്ട്, മെയിൻലി സിംഗിൾസിനായിട്ടാണ്. സോ ജോൺ, നീ ഉണ്ടാവില്ലേ? ഇങ്ങേരിത് കേട്ടേക്ക് ലീ വരില്ലേ എന്നാണ് ചോദിക്കുന്നത്. ലീയും സിംഗിളാണ്, ജെഫ്രിയും സിംഗിളാണ്. സോ അവർ 2 പേരും ഉണ്ടാവും. അങ്ങനെ ജെഫ്രി തിരിച്ചു പോകുന്നു. പുള്ളിക്കാരന് ജെഫ്രീനേക്കാൾ ഇഷ്ടം തൻ്റെ പുതിയ ഐഡൻറ്റിറ്റിയായ ജോൺ സോർണയായിരുന്നു. കാരണം ആൾക്കാരുടെ മുമ്പിൽ അയാളൊരു നല്ല മനുഷ്യനാണ്. അങ്ങനെ രാത്രിയായി. അപ്പോഴാണ് അടുത്ത പ്രശ്നം സ്റ്റാർട്ടാവുന്നത്. പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വേദന. കാരണം മിഠായി മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാവിറ്റീസിൻ്റെ അങ്ങേയറ്റാണ്. എന്തായാലും തന്നെ തിരിച്ചറിയില്ല എന്നൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് ജെഫ്രിക്ക്. സോ നേരെ പല്ല് ഡോക്ടറെ കാണിക്കാൻ പോകുന്നു. നോക്കുമ്പോൾ 14 ക്യാവിറ്റീസാണ് ഇങ്ങേർക്ക്. അങ്ങനെ ബുധനാഴ്ചയായി. ഇവൻ നേരെ ഡിന്നറിന് പോവുകയാണ്. എന്നാൽ ഡിന്നറിന് വെറും സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ആദ്യം ഒന്ന് പതറുന്നുണ്ടെങ്കിലും അവിടെയുള്ള സ്ത്രീകളെ മൊത്തം അങ്ങേരങ്ങ് കയ്യിലെടുക്കുന്നു. അങ്ങനെ ഇവർ ചോദിക്കുന്നത് ഇവൻ്റെ ജോലിയെക്കുറിച്ചാണ്. സോറി, അതങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഞാൻ അണ്ടർ കവറിലാണ്. പക്ഷെ ഞാൻ ഒന്നും ഉറപ്പ് തരാം, സംഗതി ഒരു ബോറിംഗ് ജോലിയാണ്. അതിനിവിടെ ഇന്റലിജൻസ് യൂണിറ്റ് ഒക്കെ ഉണ്ടോ? ഈ ചോദ്യം ചോദിക്കുന്നതാണെങ്കിൽ ഒരു റിട്ടയർഡ് ഗവൺമെന്റ് ജോലിക്കാര്യം. ഇത് കേട്ടേക്ക് ഇങ്ങേര് പേടിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ച് പിടിച്ചു വെക്കുന്നു. അങ്ങനെ ഡിന്നറൊക്കെ തകൃതിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ജെഫ്രിയുടെ കണ്ണാണെങ്കിൽ ലീയുടെ മേലാണ് ട്ടാ. അത് അവൾക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെ ഡിന്നർ കഴിഞ്ഞു. ജോൺ, എനിക്ക് നിന്നോട് ചോദിക്കാനായിട്ട് 2 ചോദ്യമുണ്ട്. ഒന്ന്, നീ ഒരു ഗേ ആണോ? ഇത് കേട്ടേക്ക് ഇത്രയും നേരം ബിൽഡ് ചെയ്തെടുത്ത ഇമേജ് മൊത്തത്തിൽ അങ്ങ് ഇല്ലാണ്ടാവുന്നു. ഞാനൊരു ഗേ ആന്ന് തോന്നാൻ കാരണം എന്താ? അല്ല, ഫുൾ ടൈം ഗേൾസിനായിട്ടാണ് കമ്പനി, അതുകൊണ്ട് ചോദിച്ചതാ. സോ നീ ഗേ അല്ലാന്ന് മനസ്സിലായി. ഇനി 2ാമത്തെ ചോദ്യം, എൻ്റെ കൂടെ ഡേറ്റിങ്ങിന് വരാൻ താല്പര്യമുണ്ടോ? ഇങ്ങേര് കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണ്. യെസ് എന്നല്ലാണ്ട് പിന്നെ എന്താ പറയാലേ. അങ്ങനെ പിറ്റേ ദിവസം പാർക്കിലോട്ട് ഡേറ്റിങ്ങിന് പോകുന്നു. അപ്പോഴാണ് ഇവളുടെ എക്സിനെ കുറിച്ച് പറയുന്നത്. അയാളൊരു ഭൂലോക ഉടായിപ്പാ, മക്കളുടെ കാര്യത്തിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇതൊന്നുമല്ല ഹൈലൈറ്റ്. അയാളുടെ പേര് ജെഫ്രി എന്നാണ്. എൻ്റെ എക്സ് ഉണ്ടല്ലോ ജെഫ്രി. ഇത് കേട്ടേക്ക് എന്തേ പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങരുടെ പേര് ജെഫ്രി എന്നാണല്ലോ. ഇവിടെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ജോൺ എന്നും. പക്ഷെ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചു വെക്കുന്നു. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് മെല്ലെ മെല്ലെ 2 പേർക്കും പ്രണയമായിട്ട് മാറുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീ അവളുടെ മക്കളെക്കുറിച്ച് പറയുന്നത്. ഡി, ലിൻസി. ഡിക്ക് 11 വയസ്സാണ്. പക്ഷെ ആള് ചെറുതാണേലും ഭയങ്കര സെൻസിറ്റീവാണ്. പിന്നെ ലിൻസി, അവളുടെ കാര്യമാണ് കുറച്ച് കഷ്ടം. കോംപ്ലിക്കേറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. അമ്മ ഒരാളെ ഡേറ്റ് ചെയ്യുന്നൊക്കെ അറിഞ്ഞാൽ ഡിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ലിൻസിക്ക് അങ്ങനെയല്ല. ലിൻസി ലൈസൻസ് എടുത്തിട്ടുണ്ട് കേട്ടാ, പക്ഷെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ല. അത് പഠിപ്പിക്കാൻ ചെന്നാൽ 100,000 പ്രശ്നം ഉണ്ടാവും. അവൾക്കാണെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചേ പറ്റുള്ളൂ. എന്നാൽ പഠിപ്പിച്ചു കൊടുക്കാൻ ലീക്ക് സമയവും കിട്ടാറില്ല. ലീ, നിന്റെ മകൾക്ക് വേണമെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാം. അത്രയ്ക്കൊക്കെ നമ്മൾ എത്തിയോ? ഇപ്പം തന്നെ അമ്മയ്ക്ക് ഒരു ലവർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കത്ര ദഹിച്ചു എന്ന് വരില്ല. സോ തൽക്കാലത്തിന് ഫ്രണ്ടാന്ന് പറയാം എന്നും പറഞ്ഞ് മക്കളെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു രാത്രി ഇൻവൈറ്റ് ചെയ്യുന്നു. പക്ഷെ വെറും കൈയോടെ ചെന്ന മോശമാവില്ലേ? സോ കടയിൽ നിന്ന് ഒരു ലോഡ് സാധനം കൊണ്ടാണ് മക്കളെ കാണാൻ പോകുന്നത്. ഒരു മനുഷ്യനും ഇത്രയും സാധനം കൊണ്ട് പോവില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഡിയുടെ കാര്യം സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ ലിൻസി അടുക്കുന്നേയില്ല. അത്ര പെട്ടെന്ന് കൂളാവുന്ന ഒരാളല്ല ലിൻസി. അങ്ങനെ അന്ന് രാത്രി ഇങ്ങേര് ലീനേക്കാൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഡിയുടെ കൂടെയാണ്. ഡിക്ക് അവനെ അത്ര ഇഷ്ടമായി. സത്യം പറഞ്ഞ ജെഫ്രിയുടെ കാര്യത്തിൽ ലീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി അത് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് ഇവരിടയ്ക്കിടയ്ക്ക് കാണാൻ തുടങ്ങി. ലീയുടെ ചർച്ചിലോട്ട് നിരന്തരം പോകാൻ തുടങ്ങി. ഡി അവൻ്റെ പെറ്റായിട്ട് മാറി. എന്തിനും ഇതിനും ജെഫ്രി മതിയെന്നയക്കണ് ഡിക്ക്. പക്ഷെ സ്റ്റിൽ ലിൻസി അടുക്കുന്നില്ല. പക്ഷെ അമ്മയുടെ പുതിയ ലവർ എന്ന നിലയിൽ അവൾക്ക് വലിയ എതിർപ്പൊന്നുമില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജെഫ്രി ഓരോ ദിവസവും ഹാപ്പി ആയിക്കൊണ്ടേയിരുന്നു. രാത്രി വരെ സ്റ്റോറിൽ, പുലർച്ചെ അല്ലെങ്കിൽ രാത്രി അങ്ങേര് പുറത്തിറങ്ങും. അതും ലീയുടെ വീട്ടിൽ പോകാനായിട്ട്. വെറും കൈയോടെ പോകാൻ പറ്റാത്ത കാരണം സ്റ്റോറിൽ നിന്ന് ഗെയിം CDs അടിച്ചു മാറ്റും, പുറത്തു കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് ആ പൈസക്കാണ് പുള്ളിക്കാരൻ അടിച്ചു പൊളിക്കുന്നത്. പക്ഷെ ഇങ്ങർക്കറിയാം എന്നേലൊക്കെ പെടാൻ ചാൻസ് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ആരേലൊക്കെ കാണാൻ സാധ്യതയുണ്ടെന്ന്. കാരണം പുറത്തിറങ്ങി നടക്കുക എന്ന് പറയുന്നത് ഒട്ടും സേഫ് അല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ പ്രേമം തലക്ക് പിടിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ നൈസായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ലീയും കൂടെ വരുമെന്ന് ചോദിക്കുന്നു. എന്നാൽ ലീ നോ എന്നാണ് പറയുന്നത്. അല്ല ലീ, നമുക്ക് ഈ നാടൊക്കെ വിട്ട് ഫുൾ ബീച്ച് സൈഡിൽ സെറ്റിലായാലോ, മക്കളെയും കൂട്ടാം. അത് നടക്കത്തില്ല ജോൺ, കാരണം ഈ സ്ഥലം എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല.
ആരുമില്ലാത്ത സമയത്ത് എനിക്കുണ്ടായിരുന്നൊരു ആശ്വാസമാണ് നമ്മളുടെ ചർച്ച്. ഇതൊക്കെ കേട്ടേക്ക് ജെഫ്രിക്ക് അപ്പം തന്നെ മൂഡ് പോകുന്നു. അങ്ങനെ ജെഫ്രി പതിവ് പോലെ സ്റ്റോറിൽ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് സ്റ്റോർ പൂട്ടിയതിന് ശേഷം മിച്ച് അങ്ങോട്ട് വരുന്നത്. ജെഫ്രി ആണെങ്കിൽ ഫാനിന്റെ മുകളിൽ ഷർട്ട് മുതൽ ജെട്ടി വരെ ഉണക്കാനിട്ടിട്ടുണ്ട്. മിച്ചിന്റെ സൗണ്ട് കേട്ടേക്ക് തുണി പോലും എടുക്കാണ്ട് ഡ്രസ്സും ഫാനൊക്കെ മാറ്റാൻ പോവാണ് ജെഫ്രി. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് മിച്ച് അങ്ങോട്ട് വരുന്നത്. ഇവൻ അപ്പം തന്നെ മുഖം മറച്ചു പിടിക്കുന്നു. മിച്ചാണെങ്കിൽ ഇത് കണ്ടിട്ട് ആഹാ ഇതേതാ ടോയ്, അയ്യോ എന്നും പറഞ്ഞ് ഓടടാ ഓട്ടാണ്. അവനാകെ പേടിച്ചില്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ഒരു രാത്രി ഒരു മനുഷ്യൻ, അതും നേക്കഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ വന്നു നിന്നാ ആരായാലും പേടിച്ചു പോകും. മിച്ച് വേഗം തന്നെ ഓഫീസിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നു. പോലീസിനെ വിളിക്കുന്നു. ആ ഒരു തക്കം നോക്കി ജെഫ്രി ബാക്ക് ഡോറിന്റെ മുകളിൽ അങ്ങ് കൊട്ടുകയാണ്. ആ ഡോറിന്റെ മുകളിൽ കൊട്ടിക്കഴിഞ്ഞാൽ അലാറടിക്കും. ഇങ്ങനെ ചെയ്യുന്ന വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവൻ ബാക്ക് ഡോർ വഴി ഓടിപ്പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജെഫ്രി വേഗം തന്നെ ജെട്ടിയും ബാക്കിയുള്ള കിടതാപ്പ് കൊടുത്ത് അവൻ്റെ ഏരിയയിലോട്ട് പോകുന്നു. എന്നിട്ട് തുണി കൊടുക്കാണ്ട് അതിൻ്റെ മുകളിൽ കഷ്ടപ്പെട്ട് പിടിച്ച് കയറുകയാണ് ജെഫ്രി. അങ്ങനെ തൽക്കാലം സേഫ് ആയിട്ടുണ്ട്. അപ്പോഴാണ് പോലീസുകാർ വരുന്നത്. അലാറടിക്കുന്നതൊക്കെ കേട്ട് പോലീസുകാർ വിചാരിക്കുന്നത് പുള്ളിക്കാരൻ അതുവഴി പോയി എന്നാണ്. അതുമാത്രമല്ല CCTV റെക്കോർഡിംഗ് എല്ലാന്ന് അവർ കണ്ടുപിടിച്ചു. അന്ന് രാത്രി പോലീസുകാരുടെ ഒരു ബഹളാണ് അവിടെ. എന്തിന് സെക്യൂരിറ്റീസിനെ വെക്കാനാണ് മിച്ചിനോട് പറയുന്നത്. അല്ല മിച്ച്, ഇവിടെ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും നടന്നിരുന്നോ? അങ്ങനെ ചോദിച്ചാൽ കുറച്ച് ഗെയിം CDs കാണാണ്ടായിട്ടുണ്ട്, പിന്നെ കുറച്ച് ക്യാൻഡീസും. എന്തായാലും നിങ്ങളൊന്ന് സൂക്ഷിച്ചോ, സെക്യൂരിറ്റീസിനെ നിർത്തുകയാണെങ്കിൽ വളരെ നന്നായി എന്നും പറഞ്ഞ് പോലീസുകാർ പോകുന്നു. ന്യൂസിനകത്താണെങ്കിൽ മൊത്തം ഇതിനെക്കുറിച്ചാണ് ചർച്ച. അങ്ങനെ തൽക്കാലത്തിന് രക്ഷപ്പെട്ടു. ഇവനാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ പിന്നെയും പുറത്ത് കിടക്കുന്നു, CCTV ഓഫാക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരനെ ഒന്നും അറിയാത്തതുപോലെ ലീഡയും പിള്ളേരുടെയും കൂടെ ചർച്ചിലോട്ട് പോകുന്നു. അവിടെ ആൾക്കാരാണെങ്കിൽ നേക്കഡ് മാനെ കുറിച്ചാണ് ഫുള്ള് ചർച്ച. അതും പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങേരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ്. എന്നാൽ ഈ സമയത്ത് ലീ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളെന്തിനാ വെറുതെ ആ നേക്കഡ് മാനെ കളിയാക്കുന്നത്? ചിലപ്പോൾ അയാളുടെ അവസ്ഥ കൊണ്ട് കയറിപ്പോയതാകാം. ഒരു ഹോംലെസ് മാൻ ആയിരിക്കാം, കയറി കുളിച്ചു പോയി, അത്ര ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. വെറുതെ എന്തിനാ അറിയാത്ത കാര്യം പറയുന്നത്? ഒന്നില്ലെങ്കിൽ ഇതൊരു ചർച്ചല്ലേ. ചുരുക്കി പറഞ്ഞ ഏതൊരു കാര്യത്തിൻ്റെയും രണ്ട് വശങ്ങളും കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ് ലീ. എന്നാൽ ഇതൊക്കെ കേട്ടേക്ക് ലിൻസി പറയാണ്, അമ്മേ നിങ്ങൾക്ക് ഈ ജോലി ഒന്ന് ക്വിറ്റ് ചെയ്തൂടെ? ഇന്നലെ അവിടെ നേക്കഡ് മാൻ കയറി, ഇന്ന് കൊലയാളി കയറില്ലാന്ന് എന്താ ഇത്ര ഉറപ്പ്? അത് മാത്രമല്ല, എത്രയെന്ന് വെച്ചിട്ടാ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ടൊക്കെ വരിക? നിങ്ങളുടെ പണിയും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലോട്ടെത്താൻ. മടുത്തു. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരാം. അപ്പം പ്രശ്നം തീർന്നില്ലേ? ഇത് കേട്ടേക്ക് ഇവളങ്ങ് ചൂടാവുന്നു. ഇവൾക്ക് അമ്മ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒട്ടും താല്പര്യമില്ല. സോ ആ ഒരു ദേഷ്യം മൊത്തം തീർക്കുന്നത് ജെഫ്രിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളുടെ വിചാരം എന്താ, ഈ സാധനത്തിന് ഞങ്ങൾ അച്ഛനായിട്ട് എടുക്കുന്ന? ഒരിക്കലുമില്ല. ഐ ഹോപ്പ് സെക്സ് ഈസ് വർത്ത് ഇറ്റ് എന്നും പറഞ്ഞ് ലിൻസി അങ്ങ് എണീറ്റ് പോകുന്നു. ഓൾറെഡി മൂഡ് പോയിട്ടാണ് ജെഫ്രി ഇരിക്കുന്നത്. ഇതും കൂടെ കേട്ടേക്ക് അങ്ങേരില്ലാണ്ടാവുന്നു. പിന്നെ പോരാത്തതിന് മറ്റൊരു കാര്യമുണ്ട്. ഇന്നാണ് 6 മാസം തികയുന്ന ദിവസം. സോ അന്ന് രാത്രി തന്നെ ലീ കേൾക്കാണ്ട് ലീയുടെ വീട്ടിൽ നിന്ന് സ്റ്റീവിനെ വിളിച്ചു നോക്കുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് പുള്ളിക്കാരൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വരുന്ന സൺഡേ മീറ്റ് ചെയ്യാന്നാണ് അവൻ പറയുന്നത്. പിന്നെ പോരാത്തതിന് ബസ്സിൽ വരണ്ട, കാറും കൊണ്ട് വന്നാൽ മതി എന്നാണ് പറയുന്നത്. ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലീ അങ്ങോട്ട് വരുന്നത്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ക്ലാസിഫൈഡ് ഗവൺമെൻറ് ജോലിക്കാരനാണല്ലോ. ആരോടും എപ്പോൾ വേണേലും സംസാരിക്കാം, ആരും ചോദിക്കാൻ വരില്ല. അങ്ങനെ അന്ന് രാവിലെ ഡ്രൈവിങ്ങിന്റെ പേരും പറഞ്ഞ് മക്കളും അമ്മയും കൂടെ വമ്പൻ തല്ല. ലിൻസിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ കാറാണ്. അതൊരു പഴയ മോഡൽ കാറാണ്. അതിനകത്തിരുന്ന് ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. അപ്പോഴാണ് ജെഫ്രിക്ക് ഒരു ഐഡിയ വരുന്നത്. എന്തായാലും ഇങ്ങർക്ക് സ്റ്റീവിൻ്റെ അടുത്തോട്ട് പോകാൻ ഒരു കാറിൻ്റെ ആവശ്യമുണ്ട്. സോ ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ അതും വെച്ച് സ്റ്റീവിനെ കാണാനും പറ്റും, ലിൻസിനെ സെറ്റാക്കി എടുക്കാനും പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഒരു വെടിക്ക് 2 പക്ഷി. അങ്ങനെ എല്ലാവരും കൂടെ കാർ വാങ്ങാൻ പോകുന്നു. ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നു. ടെസ്റ്റ് ഡ്രൈവ് ആണെന്നും പറഞ്ഞ് മൂപ്പരാണെങ്കിൽ വമ്പൻ പോക്കാണ് പോകുന്നത്. പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാരക ഡ്രൈവിംഗ് അങ്ങ് കാഴ്ചവെക്കുന്നത്. അവർക്കൊരു എൻജോയ്മെൻ്റ് പോലെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിൻസിയോട് ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഇരിക്കാൻ പറയുന്നത്. ജോൺ, അതൊന്നും വേണ്ട. ലീ, ഒരു കുട്ടീനെ സ്വിമ്മിങ് പഠിപ്പിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? വെള്ളത്തിലോട്ട് തള്ളിയിടും. അതേപോലെ ഡ്രൈവ് ചെയ്യാണ്ട് എങ്ങനെയാ ഡ്രൈവിംഗ് പഠിക്കുക? ഇത് കേട്ടേക്ക് ലിൻസിയാണെങ്കിൽ വമ്പൻ ഹാപ്പി. പക്ഷെ കാറിൻ്റെ ആൾക്കാർ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ഇങ്ങനൊരു കിട്ട് ക്യാഷ് എടുക്കുന്നത്. ലിൻസി ഇത് ഓടിച്ചിട്ട് അപ്രൂവ് ആക്കിയ ഈ കാറ് ഞാൻ വാങ്ങും, അതെൻ്റെ ഉറപ്പാണ്. ഇത് കേട്ടേക്ക് അങ്ങേരും ഫ്ലാറ്റ്. ഇവൻക്ക് എവിടുന്നാണ് ഇത്രയും ക്യാഷ് എന്ന് ചോദിച്ചാൽ അറിയാലോ, കടയിൽ സാധനങ്ങൾ ഇരിക്കുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും ഇതൊക്കെ കണ്ട് കിളി പറന്നിട്ടിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ലിൻസിക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നു, കാറങ്ങ് വാങ്ങുന്നു. ചുരുക്കി പറഞ്ഞ ഡീയുടെ പോലെ പുള്ളിക്കാരത്തിയും ഇങ്ങേരുടെ പെറ്റായിട്ടുണ്ട്. അങ്ങനെ ജെഫ്രി അവിടുന്ന് നേരെ പോകുന്നത് സ്റ്റീവിനെ കാണാനാണ്. അവൻ ആദ്യം തന്നെ ചോദിക്കുന്നത് ഇത്രയും കാലം ആരുമായിട്ടും കോണ്ടാക്റ്റ് ഇല്ലല്ലോ, പുതിയ ഫ്രണ്ട്സ് ഇല്ലല്ലോ, ഗേൾ ഫ്രണ്ട് ഇല്ലല്ലോ എന്നൊക്കെയാണ്. അങ്ങനെ സ്റ്റീവ് ഒരു മാട്ട വിഗും വെച്ച് കൊടുത്ത് പാസ്പോർട്ടിനുള്ള ഫോട്ടോ അങ്ങ് എടുക്കുന്നു.
എന്നിട്ട് അവൻ്റെ പുതിയ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു കൊടുക്കുക എന്ന് മാത്രമല്ല, അത് മനപ്പാടാക്കാൻ പറയാണ്. ഏതുറക്കത്തിൽ ആരും ഒന്ന് ചോദിച്ചാലും പറയാൻ പറ്റണം. അങ്ങനെ ഈ സമയത്താണ് സ്റ്റീവ് ഒരു ബോംബ് അങ്ങ് പൊട്ടിക്കുന്നത്. സാധാരണ ഫേക്ക് പാസ്പോർട്ട് ഉണ്ടാക്കാൻ ലെവൻ ചാർജ് ചെയ്യുന്നത് 5000 ആണ്. പക്ഷെ ഇവൻ്റെ അടുത്തുനിന്ന് ചോദിക്കുന്നത് 50,000 ആണ്. അതിൻ്റെ കാരണം വേറൊന്നുമില്ല, ജെഫ്രിയാണ് ആള്. അങ്ങേര് ഒരു ക്രിമിനലൊന്നുമല്ല. ക്രിമിനലാണെങ്കിൽ കറക്റ്റ് കണക്കൂട്ടൽ വെച്ചിട്ടാണ് മുന്നോട്ട് പോവുക. ഇതൊരു പാവത്താനായ മാന്യമായ കട്ടാൽ നിൽക്കാൻ പഠിക്കാത്ത ഒരു കള്ളൻ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ്. ജെഫ്രിക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. സോ ഓക്കെ പറയുന്നു. പക്ഷെ എങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കുക? ഇതും ആലോചിച്ച് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗൺ സ്റ്റോർ കാണുന്നത്. പിന്നെ അവനൊന്നും നോക്കിയില്ല, വീണ്ടും റൂഫ്മാൻ ആവാൻ തീരുമാനിക്കുന്നു. മോഷണമല്ലാണ്ട് അത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേറെ ഒരു മാർഗവുമില്ല. പക്ഷെ മോഷ്ടിക്കാൻ ഗണ്ണിൻ്റെ ആവശ്യമുണ്ട്. അതിനാണ് ഇവിടെ കയറുന്നത്. അങ്ങനെ റൂഫും പൊളിച്ച് അകത്ത് കയറുന്നു. എന്നാൽ ടെൻഷനിൽ കയറിയ കട മാറിപ്പോയി. തൊട്ടപ്പുറത്താണ് ഗൺ സ്റ്റോർ. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച് ജെഫ്രി ആ ചുവരങ്ങ് ഇടിച്ച് പൊളിക്കുകയാണ്. എന്നിട്ട് അകത്ത് കിടക്കുന്നു. എന്നാൽ അപ്പം തന്നെ അലാമടിക്കുന്നു. സോ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയില്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ വേഗം തന്നെ ഗണ്ണെടുക്കുന്നു, ചില്ലും പൊളിച്ച് പുറത്ത് കിടക്കുന്നു, രക്ഷപ്പെടുന്നു. എന്നിട്ട് ആരും കാണാണ്ട് തിരിച്ച് ടോയ് സ്റ്റോറിൽ തന്നെ കയറുകയാണ്. ഇവൻ കൊള്ളയടിക്കാൻ പോകുന്നത് വേറെ എവിടെയല്ലാട്ടാ, ഇവിടെ തന്നെയാണ്. ഡിസംബർ മാസമായതുകൊണ്ടും ക്രിസ്മസ് ആയതുകൊണ്ടും ഇവർക്ക് ഭയങ്കര സെയിലാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ക്യാഷ് ഇങ്ങനെ കുന്നുകൂടുകയാണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റിയും. ക്യാഷ് കുറച്ചായി കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൊടുക്കും, ബാങ്കിൽ ഇടാൻ പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ലീവ് ഉൾപ്പെടെയുള്ള ഒരാൾക്ക് പോലും ക്രിസ്മസ് ആയിട്ട് മിച്ച് ലീവ് കൊടുക്കുന്നില്ല. എന്തിന്? ക്രിസ്മസിൻ്റെ അന്ന് വരെ ഷോപ്പ് തുറക്കാനാണ് പ്ലാൻ. അത്രയും ഗംഭീര സെയിലാണ് അവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ജെഫ്രി ആദ്യം തന്നെ ലീയുടെ ഷിഫ്റ്റ് അങ്ങ് മാറ്റുന്നു. ഇവൻ കൊള്ളയടിക്കുന്ന സമയത്ത് ലീ ഉണ്ടാവാൻ പാടില്ലല്ലോ. എന്നിട്ട് ജെഫ്രി കുറേ സാധനവും കൊണ്ട് നേരെ പോകുന്നത് മക്കളുടെയും ലീയുടെയും കൂടെ അവസാനമായിട്ട് ഒരു ക്രിസ്മസ് ആഘോഷിക്കാനാണ്. ഈ സമയത്ത് ലീ പറയാണ്, അയ്യോ എനിക്ക് നിങ്ങളുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല, എനിക്ക് പ്രാന്ത്, കാലത്തിന് ഷിഫ്റ്റ് ഉണ്ട്. ലീ നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല, മിച്ച് കുറച്ചു മുന്നേ വിളിച്ചിരുന്നു, നിനക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഇല്ലാന്നാ പറഞ്ഞത്. ഇത് കേട്ടേക്ക് ലീക്കൊരു സംശയം. ഷിഫ്റ്റ് മാറുന്നതൊക്കെ അത് പണ്ടുണ്ടായിട്ടുണ്ട്, എന്നാൽ മിച്ചൊരിക്കലും അത് വിളിച്ച് പറയാറില്ല. അങ്ങനെ അന്ന് രാത്രി ക്രിസ്മസ് ആഘോഷിക്കാൻ അവർ ചർച്ചിലോട്ട് പോകുന്നു. അവിടെയാണെങ്കിൽ എല്ലാവരും ഹാപ്പി. പക്ഷെ ജെഫ്രി ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു കുറ്റബോധമുണ്ട് അവനക്ക്. പിന്നെ പോരാത്തിന് എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോവാണ് ആള്. സോ ആകില്ലാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇവൻ്റെ കണ്ണ് നിറയുന്നൊക്കെ കാണുകയാണ് ലീ. അങ്ങനെ പിറ്റേ ദിവസമായി. ഇന്നാണ് മോഷണ ദിവസം. അങ്ങനെ ജെഫ്രി ഗണ്ണും കൊണ്ട് മുഖവും മറച്ചു പിടിച്ച് അകത്ത് കിടക്കുന്നു. എന്നിട്ട് മിച്ചിനോടും ഓട്ടീസിനോടും എല്ലാവരും കെട്ടിയിടാൻ പറയുന്നു. മിച്ചാണെങ്കിൽ പേടിച്ചു കുറച്ച് നിൽക്കുകയാണ് കേട്ടാ. ഈ സമയത്താണ് സെക്യൂരിറ്റി വരുന്നത്. അയാളുടെ കയ്യിലാണെങ്കിൽ ഗണ്ണുണ്ട്. അതെടുക്കല്ലേ എന്നൊരു 100 പ്രാവശ്യം പറയാണ് ജെഫ്രി. പക്ഷെ ആര് കേൾക്കാൻ? സോ അങ്ങേർക്കിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു. അപ്പം തന്നെ അയാളുടെ ബോധം പോയി. ഇതൊക്കെ കണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ ഞെട്ടിത്തെരിച്ചില്ലാണ്ടായിട്ടിരിക്കുകയാണ്. അങ്ങനെ ജെഫ്രി മിച്ചിനെയും കൊണ്ട് നേരെ പോകുന്നത് പൈസ എടുക്കാനാണ്. അങ്ങനെ ലോക്കർ ഉറക്കുന്നു, പൈസ എടുത്തു കൊടുക്കുന്നു. അതിനകത്താണെങ്കിൽ ഡൈപാക്ക് ഉണ്ട്. അത് നൈസായിട്ട് മിച്ചിൻ്റെ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, ഡൈപാക്ക് പൊട്ടുന്നു. അങ്ങേരുടെ മുഖത്താകാവുന്നു. കള്ളന്മാർ പൈസ എടുക്കാണ്ടിരിക്കാൻ വെക്കുന്ന ഒരു ട്രാപ്പാണ് ഡൈപാക്ക്. അത് കറങ്ങി തിരിഞ്ഞ് ഇങ്ങേരുടെ മുഖത്ത് തന്നെ എത്തിയിട്ടുണ്ട്. മിച്ചിൻ്റെ കണ്ണിലൊക്കെയാണ് കളറായിട്ടുള്ളത്. പിന്നെ പറയണ്ടല്ലോ, അങ്ങേരങ്ങ് അലറാൻ തുടങ്ങുന്നു. അങ്ങനെ ജെഫ്രി പുറത്തേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഓട്ടീസ് ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ കാരണം ആ സെക്യൂരിറ്റിയുടെ ബോധം പോയിട്ടുള്ളത്. ആംബുലൻസ് എത്രയും പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ അയാൾക്ക് എന്തേലും പറ്റും. ഓൾറെഡി ചെയ്യുന്നത് തെറ്റാന്ന് നല്ല ബോധ്യമുണ്ട്. സോ ഇനിയും തെറ്റിലേക്ക് പോകാണ്ടിരിക്കാൻ ആംബുലൻസ് വിളിക്കാൻ നിൽക്കുന്നു. ആ സമയത്താണ് അങ്ങോട്ട് ലീ വരുന്നത്. കള്ളൻ്റെ കണ്ണുകൾ മാത്രമാണ് ലീ കാണുന്നത്. ലീനെ കണ്ടതോടുകൂടെ അങ്ങേരാകെ സ്റ്റെക്കാവുന്നു. ലീ ആണെങ്കിലോ കുറച്ചു നേരം നോക്കി നിന്നതിന് ശേഷം പോലീസിനെ വിളിക്കാൻ പോകുന്നു. ആ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ജെഫ്രി. അങ്ങനെ പോലീസ് എത്തി. മുമ്പ് നോക്കിയതിനേക്കാൾ ഷോപ്പ് ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ജെഫ്രി വെച്ച ക്യാമറാസ്, അവൻ്റെ ഹൈഡ് ഔട്ട്, അങ്ങനെ എല്ലാം പോലീസുകാർ കണ്ടുപിടിച്ചു. ജെഫ്രി ആണേലോ പൈസയും കൊണ്ട് നേരെ പോകുന്നത് സ്റ്റീവിൻ്റെ അടുത്തോട്ടാണ്. വിസ, പാസ്പോർട്ട്, ടിക്കറ്റ്, ഐഡൻറ്റിറ്റി എന്ന് വേണ്ട സകലമാന സാധനവും കൊടുക്കുന്നു. നാളെ തന്നെ ഫ്ലൈറ്റ് കയറണം. പിന്നക്കൽക്ക് വെക്കാൻ നിന്നാൽ പിന്നെ ഇങ്ങേർക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. ഇങ്ങേര് ഏത് രാജ്യത്തോട്ടാണോ പോകുന്നത് അവിടുത്തെ ഫുൾ അറേഞ്ച്മെൻറ്റ്സ് സ്റ്റീവ് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് ഇവനെ പിക്ക് ചെയ്യുക, ഇവൻ്റെ റൂം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നാളെ തന്നെ പോകാൻ പറയുന്നത്. ജെഫ്രി, നീ ഞാനറിയാണ്ട് ആരെങ്കിലുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാ? ഏയ് ആരുമില്ലടാ. ശരി, ഓക്കെ. ഏതെങ്കിലും ഡോക്ടറിനെ കണ്ടിട്ടുണ്ടോ? അപ്പോഴാണ് പല്ല് ഡോക്ടറുടെ കാര്യം പറയുന്നത്. അത് മാത്രമല്ല, പല്ലിൻ്റെ എക്സ്റേയും കൂടെ എടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് നശിപ്പിച്ചില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ജെഫ്രി ഒന്നും നോക്കിയില്ല. അന്ന് രാത്രി ആ ക്ലിനിക്കിൽ കയറുന്നു, കത്തിക്കുന്നു. താൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി. വിഗും വെച്ച് നേരെ പോകുന്നത് എയർപോർട്ടിലോട്ടാണ്. അയാളാകെ ഇല്ലാണ്ടായിട്ടാണ് പോകുന്നത്. 6 മാസം തൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ടൈം. ഒരുപക്ഷെ ജെഫ്രീനേക്കാൾ ജെഫ്രിക്ക് ഇഷ്ടം ജോൺ സോർൺ എന്ന അവൻ കെട്ടിയാടിയ വേഷമായിരിക്കും. ആ വേഷം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അങ്ങനെ എയർപോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ജെഫ്രി.
അപ്പോഴാണ് ലീ വിളിക്കുന്നത്. ജെഫ്രി, നീ എവിടെയാ? ഇന്ന് ക്രിസ്മസ് ഡിന്നറിന് വരുമല്ലോ അല്ലേ? ഇത് ചോദിക്കുന്ന സമയത്ത് അവളുടെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇടറുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജെഫ്രിക്ക് എന്തോ ചതി മണക്കുന്നു. പക്ഷെ എന്നാലും അയാൾ എയർപോർട്ടും കോപ്പൊക്കെ വേണ്ടാന്നാണ് വെക്കുന്നത്. അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താൻ പോകുന്ന ചതിയിലോട്ടാണെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും അയാൾക്ക് നിർത്താൻ തോന്നിയില്ല. ലീനെ കാണാൻ പോകുന്നു. ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: പ്രണയം. അങ്ങനെ ജെഫ്രി പോകുന്നു, വാതിൽ മുട്ടുന്നു. എന്നാൽ വരുന്നത് ലീയല്ല, പോലീസുകാരാണ്. അവർ വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞ എല്ലാം അവസാനിച്ചു. ഇവൻ ഒറ്റിക്കൊടുത്ത വേറെ ആരുമില്ല, സാക്ഷാൽ ലീ തന്നെയാണ്. സ്റ്റോറിൽ വെച്ച് അവൾ കണ്ട കണ്ണുകൾ ജെഫ്രിയുടേതാന്ന് അവൾക്ക് അപ്പം തന്നെ മനസ്സിലായി. തന്നെ ഇത്രയും കാലം ജെഫ്രി ചതിക്കരുതെന്നും വിചാരിച്ച് ഭ്രാന്ത് കയറുന്നു, ഒറ്റിക്കൊടുക്കുന്നു. അവനെ പോലീസുകാർ കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് വണ്ടിയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലീ. അങ്ങനെ ജെഫ്രി എല്ലാം നഷ്ടപ്പെട്ട് വീണ്ടും ജയിലിലെത്തി. പക്ഷെ ഇപ്രാവശ്യം അഡീഷണലായിട്ട് ഒരു 384 മാസം കൂടെ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ഇനി ഒരിക്കലും പുറലോകം കാണില്ല. ഈ സമയത്ത് ജെഫ്രി സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്: എന്നെ സ്നേഹിച്ചവർക്ക് ഞാൻ കൊണ്ടുവരുന്ന സാധനങ്ങളോ പൈസയോ ആയിരുന്നില്ല ഇമ്പോർട്ടൻ്റ്, ഞാനായിരുന്നു, എൻ്റെ സമയമായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ജയിലിനകത്ത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ട്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി. തൻ്റെ മകൾക്ക് ഫോൺ ചെയ്യാൻ ഭാര്യ സമ്മതിച്ചു. അവനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലീ അവനെ കാണാൻ വരുന്നത്. ഞാൻ ജെഫ്രി എന്ന് വിളിക്കണോ അതോ ജോൺ എന്ന് വിളിക്കണോ? എന്താ ചെയ്യാലേ, നിൻ്റെ ലൈഫ് കൊളാക്കുന്നത് എപ്പോഴും ജെഫ്രിമാരാ. ഐ എം സോറി, നിന്നെ ഞാൻ ഒരുപാട് ഹർട്ട് ചെയ്തു. എനിക്ക് ആ സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. എൻ്റെ മക്കളുടെ ഫീലിങ്സ് വെച്ചിട്ടല്ലേ നീ കളിച്ച്. അവർക്കത് എത്രത്തോളം ഹെർട്ടാവുമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഐ എം സോറി, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്. പക്ഷെ ഇപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും ഇല്ലാട്ടാ. കഴിഞ്ഞതൊക്കെ ഒരു അഡ്വഞ്ചറായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളൂ എന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങ് ഹഗ് ചെയ്യുന്നു. ഏതൊരു കാര്യത്തിൻ്റെ രണ്ട് വശം നോക്കുന്ന ലീക്ക് അവനോട് ക്ഷമിക്കാൻ കഴിഞ്ഞു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. 2007-ലും 2009-ലും ജയിൽ ചാടാൻ പിന്നെ അറ്റംപ്റ്റൊക്കെ നടത്തിയിട്ടുണ്ട് ജെഫ്രി. അതുമാത്രമല്ല, ലീയുടെ മാരേജ് കഴിഞ്ഞു. പിന്നെ ലീ ഇവനെ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഇപ്പം അടുത്ത് അവനെ കാണാൻ വന്നിരുന്നു. പിന്നെ ജെഫ്രിയുടെ കാര്യം, അങ്ങേർക്ക് ഇനി പരോള് കിട്ടാൻ 2036 എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.